ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹീറോയുടെ പ്ലഷറാണ് വണ്ടി. ഇടയ്ക്ക് സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ട് കാണിക്കുന്ന ഒരു പ്രോബ്ലമാണ് മെയിനായിട്ട്. പിന്നെ അതും പ്രകാരം നമ്മളതിൻ്റെ കാർബറേറ്ററിൻ്റെ ഭാഗം ചെക്ക് ചെയ്തു. അപ്പോൾ കാർബറേറ്റർ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് തരണം. എയർ ഫിൽറ്ററൊക്കെ വലിയ പഴക്കമില്ല, പ്ലഗും വലിയ പഴക്കമില്ല. കാർബറേറ്റർ ഇടയ്ക്ക് ക്ലീൻ ചെയ്തേക്കണമാണ്. പക്ഷേ അതിൻ്റെ ഈ സ്ലോ ജെറ്റൊക്കെ അത്യാവശ്യം ബ്ലോക്ക് ആയിരുന്നു. കാരണം കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പെട്രോളിൻ്റെ ഒരു കെമിക്കൽ റിയാക്ഷനാണ് മെയിനായിട്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലൊക്കെ നോക്കിയാലും ഈ കവറിൻ്റെ ഉള്ളിലൊക്കെ നോക്കി ശരിക്കും ഇങ്ങനെ പൂതിരിച്ച്, അതായത് പൂപ്പൽ പിടിച്ച് ഫംഗസ് പിടിച്ചാണ് പോലെയാണ്. മൊത്തത്തിലൊരു പൗഡർ കണക്ക് അങ്ങനെ പൊടിഞ്ഞു പോവാണ് അതിൻ്റെ ഉള്ളിലൊക്കെ. ഇത് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കാം. ഇതെന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ ഇങ്ങനെ പറ്റുമ്പോൾ സ്വാഭാവികമായിട്ട് ഓവർഫ്ലോ കംപ്ലൈൻറ്റ് വരാനുള്ള സാധ്യതയുണ്ട്. പെട്രോൾ താഴേക്ക് ഈ കാർബറേറ്ററിൻ്റെ അടിയിൽ പൈപ്പ് വഴി താഴേക്ക് ചാടി പോകാൻ വേണ്ടി വരും. അതങ്ങനെ കിടക്കണ പെട്ടെന്ന് ഉപയോഗിക്കുമ്പോൾ ഈ പെട്രോൾ ഉപയോഗിക്കുന്ന ഒട്ടുമിക്ക വണ്ടികളിലും കാർബറേറ്റർ കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കാം. ഓവർഫ്ലോൻ്റെ പ്രശ്നം എന്തെങ്കിലും കാണിച്ചാൽ പിന്നെ കാർബറേറ്റർ മാറ്റി വയ്ക്കാനേ പറ്റുള്ളൂ കേട്ടോ. തൽക്കാലം ക്ലീൻ ചെയ്തിടാം. പിന്നെ അതിനകത്ത് നമുക്ക് ഈ ഒരു പ്ലഗിലേക്ക് പവർ സപ്ലൈന് ഈ ഒരു കോയിൽ അസംബ്ലി ചെറിയ കംപ്ലൈൻറ്റ് ഉണ്ട്. അതൊന്ന് മാറ്റിയിട്ടേക്കാം കേട്ടോ. അതിൻ്റെ പ്രശ്നം കൊണ്ടും ഈ പറഞ്ഞ പോലെ മിസ്സിങ്ങിൻ്റെ പ്രശ്നം കാണിക്കും. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. എയർ ഫിൽറ്ററൊക്കെ ഇതുമ്പോൾ കിടക്കുന്നത് പുതിയതാണ്, പ്ലഗും പുതിയതാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം കേട്ടോ. വർക്ക് കംപ്ലീറ്റ് ആയിക്കുമ്പോൾ കോൺടാക്ട് ചെയ്തോളാം. ഓക്കെ.